ഹായ് ഗൈസ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഹോട്ട്സ്റ്റാറിൽ കൂടെ റിലീസ് ആയിട്ടുള്ള പാരച്യൂട്ട് എന്നുള്ള ഒരു വെബ് സീരീസ് ഞാൻ ഇന്നലെ കണ്ടു. അരമണിക്കൂർ വെച്ചിട്ട് 5 എപ്പിസോഡ് മാത്രം, ടോട്ടൽ 2.5 മണിക്കൂർ റൺ ടൈം വരുന്ന ഈ ഒരു വെബ് സീരീസ് ഓവറോൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നും. വലിയ ലെങ്ത് കാര്യങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു വെബ് സീരീസിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നമുക്ക് ഏകദേശം സ്റ്റോറിയും കാര്യങ്ങളും എല്ലാം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയും ലൈനും കാര്യങ്ങളും എല്ലാം തന്നെ ആണെങ്കിൽ പോലും ഈ ഒരു വെബ് സീരീസ് നമ്മൾ കണ്ടു തീരുമ്പോഴത്തേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ കിട്ടും. അങ്ങനെ വെച്ച് നോക്കിയാൽ നല്ലൊരു വെബ് സീരീസ് ആയിരുന്നു പാരച്യൂട്ട് എന്നുള്ളത്. ഇതിലെ പെർഫോമൻസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. ഇതിപ്പം മലയാളത്തിലും തമിഴിലും എല്ലാ ലാംഗ്വേജിലും ഡബ് ചെയ്തും ഉണ്ട്. തമിഴ് വെബ് സീരീസ് ആണിത്. ഇപ്പൊ എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആയിട്ടുണ്ട് ഹോട്ട്സ്റ്റാറിൽ. ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പിള്ളേർ അഭിനയിക്കുന്നുണ്ട്. ഒന്ന് ഈയലും പിന്നെ ശക്തി എന്ന് പറഞ്ഞ് 2 പേര് പിള്ളേരുടെ ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട്. അവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ബാക്കി വരുന്നവരെല്ലാം അവരവരുടെ റോളും കാര്യങ്ങളും എല്ലാം നീറ്റായിട്ട് ചെയ്തു വെച്ചത് കൊണ്ടും നമുക്കൊരു ഇമോഷണലി കണക്ട് ആവുന്നത് കൊണ്ടും ഈ ഒരു വെബ് സീരീസ് നമുക്ക് കണ്ടു തീരുമ്പോഴത്തേക്കും ഒരു നിരാശ തോന്നുന്നില്ല. വെറുതെ വേസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ഫീൽ വരാത്തൊരു വെബ് സീരീസ് ആണ്. പിന്നെ ഇതിന്റെ മെയിൻ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്സിക് പേരന്റിങ്ങിന്റെ ഒരു സൈഡ് എടുത്തു കാണിക്കുന്നതാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും പേരൻസിനോട് വന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ വെബ് സീരീസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. വലിയ റൺ ടൈം ഇല്ല, ഒരു സിനിമ കണ്ടു തീർക്കുന്നത് പോലെ കണ്ടു തീർക്കാൻ പറ്റിയ സീരീസ് ആണ്. അതിലെ 2 സോങ് വരുന്നുണ്ട്, നീറ്റ് പ്ലേസ്മെന്റ് എല്ലാം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് ആണ്. നിങ്ങളെല്ലാവരും ഈ വെബ് സീരീസ് കണ്ടു നോക്കിയിട്ടുള്ളവര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.